കുരുവട്ടൂർ കണ്ണെന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ല. അതിനൊന്നൊക്കെ ഓഞ്ഞി 10,000 ജന്മം ജനിക്കണം. ഇതിപ്പോ ഷെയ്ഖിന്റെ ലോകം നിയന്ത്രിക്കുന്ന 2 മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ പോലെ മൈക്കായിട്ട് പറഞ്ഞതേക്കാരല്ലോ. അപ്പം കുരുവട്ടൂർ കണ്ടെന്ന് പറഞ്ഞു കാണിഞ്ഞ് മൂപ്പര് വരില്ല, അതിന് മൂപ്പര് വേറെ ജന്മം ജനിക്കണം. അതേതായാലും പാളിസായി. അത് അന്ന് തൊള്ളിയിലെ കാറ്റ് പോയതാണെന്ന് മനസ്സിലായില്ലേ? അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊക്കാർ മൂപ്പര് വന്നത് പറഞ്ഞതിനെതിരാണ് ഉണ്ടാവില്ലേ? അത് പറഞ്ഞുകൊണ്ട് എല്ലാത്തും പറഞ്ഞു നടന്നുകൊണ്ട് എന്തായി മൂപ്പര് വന്ന് ഇപ്പൊ ഒക്കെ വാത്തിലായി. അത് അത്ര ഉള്ള എൻ്റെ മശായിഖന്മാരെ വർത്താനം മനസ്സിലായോ? അത് പഴയ ചാക്കും പഴയ കീറച്ചാക്കും എൻ്റെ വാക്കും എൻ്റെ ചെയ്ക്കന്മാരെ വാക്കും ഒരേ മാതിരിയാ. ആ ചെയ്ത്തന്മാരെ വർത്താനത്തിന് തലിമ്പലുണ്ടാവില്ലല്ലോ. എല്ലാ കാലത്തും അങ്ങനത്തേക്കാരം. ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ. എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റും ഒന്നാമത്തെ അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുരുവട്ടൂർ കണ്ണെന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ല. അതിനൊന്നൊക്കെ ഓഞ്ഞി 10,000 ജന്മം ജനിക്കണം. കാട്ടുവളപ്പിൽ ഇപ്പൊ ഈ പറഞ്ഞത് കോമാടന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞേക്കാരല്ലോ, ആ വാളക്കുളം ഇനി കണ്ണനായിട്ട് വരൂല, ഞാൻ 100 ജന്മം ജനിക്കണം എന്നാലേ വരുള്ളൂ എന്നൊക്കെ കോമാടൻ നിർദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പൊ പറഞ്ഞേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണ് അതാ നമ്മൾ പറഞ്ഞേ, നിങ്ങളെ ഈ കോമാടൻ ബീരാണ്ടി ശ്രീമാണ്ടി ഈ മെച്ചായിക്കന്മാരെന്ന് പറഞ്ഞൊക്കെ ചെയ്താമാരാണ്. ആ ചെയ്താമാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണേ, അതൊരിക്കലും ശരിയാവില്ല, അത് റെഡി ആവില്ല. ആക്കായ മശായിക്കന്മാർ പറഞ്ഞു തന്നെ അതിനുണ്ടാവില്ല. എന്താ ഇപ്പൊ ചെയ്യത്തിൽ മുമ്പ് ആരോ പറഞ്ഞ മാതിരി ഉറങ്ങി എഴുന്നേറ്റിട്ട് കൂർക്കം വലിച്ച